بسم الله الرحمن الرحيم أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1628 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 21-22 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 21-22 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികളുടെ ഏറ്റവും ദാരുണമായ, ഏറ്റവും ദൗർഭാഗ്യകരമായ ആഖിബത്തിനെ പരാമർശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട്. ഒരാളോടും ഒരു വിധത്തിലുള്ള അനീതിയും ഉണ്ടാവുകയില്ലാത്ത, എല്ലാവർക്കും അവരുടെ കർമ്മങ്ങൾക്ക്, അവർ ചെയ്ത കാര്യങ്ങൾക്ക്, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണമായ വിധത്തിൽ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൽ ഒട്ടും കാലവിളംബമില്ലാതെ വിധി തീർപ്പുണ്ടാകുന്ന കണക്ക് പരിശോധനയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയും ഉണ്ടാകുന്ന, അതിവേഗത്തില് കാലവിളംബമില്ലാതെ ഉണ്ടാകുന്ന ഒരു നാളിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അള്ളാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട് ചില കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായത്. വഅൻദിർഹും യൗമൽ അസിഫ ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ കാളിമീൻ. ആ നാളിനെ താക്കീത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: യൗമുൽ അസിഫ എന്ന നിലക്കാണ്. വളരെ സമീപസ്ഥമായ, വളരെ പെട്ടെന്ന് എത്തിച്ചേരാനിരിക്കുന്ന ആ നാളിനെ കുറിച്ച് അവർക്ക് താക്കീത് നൽകുക. ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് കയറി വരുന്ന വേദനയും വിഷമവും ഒക്കെ കടിച്ചമർത്തുന്ന ആ നാളിൽ അള്ളാഹുവിനോട് അതിക്രമം ചെയ്ത, സ്വന്തത്തോട് അതിക്രമം ചെയ്ത ലാലിമുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി വിലപിക്കാനോ അവർക്ക് വേണ്ടി വികാരം കൊള്ളാനോ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ഹമീമും ഒരു കൂട്ടുകാരനും ഉണ്ടാവുകയില്ല. വലാ ഷഫീഉൻ യുതാഅ, പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുന്ന വിധത്തില്
ശുപാർശ നടത്താൻ കഴിയുന്ന ആരും അവർക്കായിട്ടുണ്ടാവുകയില്ല. അള്ളാഹു ആണെങ്കിലോ അവരുടെയൊക്കെയും കണ്ണുകളുടെ കട്ടുനോട്ടം പോലും ഖായിനത്തുൽ അയ്യുന് പോലും അറിയുകയും ചെയ്യുന്നു. അതുപോലെ നെഞ്ചകങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അള്ളാഹു അറിയുന്നു. ഈ ഒരു അവസ്ഥയിലാണ്, ഒന്നും ആർക്കും ഗോപ്യമാക്കി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരുടെയും കണക്ക് പരിശോധന അല്ലെങ്കിൽ വിചാരണ ഉണ്ടാവുക. അള്ളാഹു ആ വിചാരണയും വിധിതീർപ്പും നടത്തുന്നത് ഹക്കിന്, പൂർണ്ണമായും സത്യത്തെയും നീതിയെയും അർഹതയെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. വല്ലാഹു യഖ്ലി ബിൽ ഹഖ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരു വിധി തീർപ്പും നടത്താൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു. അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും വിട്ടുപോകുമെന്ന ഒരു കണക്കുകൂട്ടലും ആർക്കും വേണ്ടതില്ല എന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. എന്നിട്ട് അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. പിന്നിട്ട കാലത്ത് വളരെ ദൗർഭാഗ്യകരമായ ആഖിബത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ എന്ന വിധത്തിലാണ് അള്ളാഹു ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് ചോദിക്കുന്നത്. നമുക്ക് ആ ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവലം യസീറു ഫിൽ അർള്, അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഇക്കൂട്ടര് ഭൂമിയിൽ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? അവലം യസീറു ഫിൽ അർള്, അവര് ഭൂമിയിൽ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? ഫയൻളുറു, അങ്ങനെ അവർക്ക് കാണാൻ അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിരുന്ന സമൂഹങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന കാര്യം. തങ്ങൾക്ക് മുമ്പ് ധാരാളം തലമുറകൾ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ സ്വീകരിച്ച ആളുകളുണ്ട്. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് വിനയാന്വിതരായി മാറിയവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടും സ്വന്തത്തോടും അക്രമം ചെയ്ത ആളുകളുമുണ്ട്. ഈ ആളുകളുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്നത് ഇവർക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുണ്ടായിട്ടില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഇവർക്ക് അവസരമുണ്ടായിട്ടില്ലേ എന്നാണ് ചോദ്യം. ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നത് സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു യാത്ര ആവണമെന്നില്ല. ഭൂമിയുടെ പ്രതലത്തിലൂടെ, അത് കരയിലൂടെയോ കടലിലൂടെയോ അല്ലെങ്കിൽ ആകാശത്തിലൂടെയോ സഞ്ചരിച്ചെത്താവുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് ഇവര് സഞ്ചരിച്ചെത്തുകയുണ്ടായില്ലേ എന്നത് തന്നെ ആവണമെന്നില്ല. പിന്നിട്ട കാലത്ത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്ര സ്രോതസ്സുകളുണ്ട്. അവയെയും നമുക്ക് ഈ ഗണത്തിൽ കാണാവുന്നതേ ഉള്ളൂ. അള്ളാഹുവിന്റെ ചോദ്യം പിന്നിട്ട കാലത്തെ മനുഷ്യാനുഭവങ്ങളുടെ, മാനവ ചരിത്രത്തിലെ മുഴച്ചു നിൽക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യവും അവയുടെ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലേ എന്നതാണ് ചോദ്യം. പലരും വലിയ ധിക്കാരികളും സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രാപഞ്ചിക സംവിധാനത്തിന് ഒരു ദൈവികമായ ആസൂത്രണമുണ്ട് എന്ന കാര്യത്തെ നിഷേധിക്കുകയും മനുഷ്യന് അനിവാര്യമായും പിന്തുടരേണ്ട ദൈവികമായ ഒരു വ്യവസ്ഥയുണ്ട് എന്നതിനെ
അംഗീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ആളുകൾ സ്വന്തം ഇച്ഛകളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. അവൻ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചാണ് മനുഷ്യർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുകയും അങ്ങനെ പറയുന്നവരെ ഭീകരമായ വിധത്തിൽ വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഇവരിൽ പലരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ധിക്കാരപരമായി സ്വന്തം സ്രഷ്ടാവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രപഞ്ചനാഥനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛകളെ എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നവരായി ഭൂമിയിൽ വിരാജിച്ചു കഴിഞ്ഞുപോയ ധാരാളം ആളുകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ അവരുടെ ആസാറുകൾ, അവര് വിട്ടേച്ചു പോയ അടയാളപ്പെടുത്തലുകൾ കാണാൻ സാധിക്കും. ഭൂമിയിലെ സംഭവവികാസങ്ങളുടെ സ്രോതസ്സുകൾ പരിശോധിച്ചാൽ അത്തരം ആളുകൾ ഭൂമുഖത്ത് അവരുടെ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് അറിയാനും സാധിക്കും. അള്ളാഹുവിന്റെ ചോദ്യം ഈ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്ന വിധത്തിലാണ്. അവലം യസീറു ഫിൽ അർള്, ഈ ആളുകൾ, ഈ നിഷേധികൾ, മുകളിൽ പരാമർശിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായ ആഖിബത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾ, ആ വിധത്തില് ദൗർഭാഗ്യകരമായ ആഖിബത്ത് ഏറ്റുവാങ്ങാൻ കാരണമായ ഒരു സംഗതി അവർ ചരിത്രത്തിൽ നിന്ന്, പിന്നിട്ട കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല എന്നതാണ് എന്ന കാര്യം അള്ളാഹു പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവര് ഭൂമിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായില്ലേ, ഫയൻദുറു, അങ്ങനെ അവർക്ക് കാണാൻ സാധിക്കുന്ന വിധത്തില്, കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് വസിച്ചിരുന്നവരുടെ പര്യവസാനം, ആഖിബത്ത്, അവരുടെ ഒടുക്കം ഏതു വിധത്തിലുള്ളതായിരുന്നു? സൗഭാഗ്യകരമായ ആഖിബത്തായിരുന്നോ അതല്ല വളരെ ദൗർഭാഗ്യകരമായ ആഖിബത്തായിരുന്നോ അവർ ഏറ്റുവാങ്ങുകയുണ്ടായത് എന്ന കാര്യം കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ആളുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? എന്നിട്ട് അള്ളാഹു ചേർത്ത് പറയുകയാണ്, കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വ, ഇവരെക്കാളൊക്കെ ഏറെ ശക്തിയും കരുത്തുമുള്ളവരായിരുന്നു അവർ. പിന്നിട്ട സമൂഹങ്ങളില് വലിയ കരുത്തന്മാരും മല്ലന്മാരും സ്വന്തം ഇച്ഛ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വ. ഇപ്പോ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മുന്നിൽ വലിയ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കരുത്തിനേക്കാളും അവരുടെ ശക്തിയേക്കാളും അവരുടെ അധികാര സാധ്യതകളെക്കാളും ഒക്കെ കരുത്തും ശക്തിയും അധികാര സാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ചരിത്രത്തില് ഈ കടന്നുപോയവരായിട്ട് അവർക്ക് കാണാൻ കഴിയുന്ന പലരും. അല്ലദീന, അപ്പോ കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർള്, അവർ കരുത്തന്മാരായിരുന്നു എന്നത് മാത്രമല്ല, ഭൂമിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ആളുകളുമായിരുന്നു. ആസാറൻ ഫിൽ അർള്, ആസാറൻ ഫിൽ അർള് എന്ന് പറഞ്ഞ ഭൂമിയിൽ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുക. തങ്ങളുടെ കാലം കഴിയുന്നതോടുകൂടി പല ശേഷിപ്പുകളും അവരിവിടെ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവായിട്ട് വിട്ടേച്ചു പോകുന്ന ആളുകളെ ആണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അവരിവിടെ പലതും ചെയ്യുകയുണ്ടായി. പല വികസന പ്രവർത്തനങ്ങളും ചെയ്താൽ, റോഡ് ഉണ്ടാക്കിയാൽ, പാലം നിർമ്മിച്ചാൽ, മല തുരന്ന് തുരങ്കപാത ഉണ്ടാക്കിയാൽ, സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ, തീവണ്ടി, അതുപോലെ വിമാനം, കപ്പൽ പോലെയുള്ള സംഗതികളൊക്കെ രൂപകൽപ്പന ചെയ്ത് പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ ഇതൊക്കെയും ഭൂമുഖത്ത് നാഗരികമായി ഒരു സമൂഹത്തിന്
പിൻതലമുറകൾക്കായിട്ട് അവശേഷിപ്പിക്കാൻ കഴിയുന്ന ആസാറുകളാണ്. വലിയ നിർമ്മിതികളുടെ പേരിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. വലിയ കെട്ടിടങ്ങള്, വലിയ സ്മാരക സൗധങ്ങൾ പണിതവര്, അങ്ങനെ പലതും. അപ്പൊ ഭൂമുഖത്ത് ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുക എന്നതാണ് ഒരുപക്ഷെ മനുഷ്യന്റെ പ്രാഥമികമായ സ്വപ്നങ്ങളെ, പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിന്റെ അവശേഷിക്കുന്ന ചില സംഗതികൾ, ആസാറുകൾ. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നതിനുള്ള ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ട് പോകണം എന്ന ഒക്കെയുള്ള സ്വപ്നം മനുഷ്യന്റെ നിത്യത കൈവരിക്കാനുള്ള മോഹത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ വരുന്നത്. എന്തായാലും ഭൂമുഖത്ത് പല ആസാറുകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ആളുകള് കടന്നുപോയിട്ടുള്ളത്. അവർ ഇപ്പോ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന കരുത്തിനേക്കാളും കരുത്തുള്ളവരായിരുന്നു. മക്കയിലെ ആ തലമുറയിലെ ആളുകൾ ഭൂമുഖത്ത് വിട്ടേച്ചു പോകുന്ന അടയാളങ്ങളെക്കാളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, നീണ്ടു നിൽക്കുന്ന ആസാറുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞവരുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടർ കഴിഞ്ഞു പോയിട്ടുണ്ട്. താരതമ്യേന മക്കയിലെ ആ തലമുറയിലെ ആളുകള് ലോകനാഗരികതയുടെ അടയാളപ്പെടുത്തലിൽ വളരെയൊന്നും ശ്രദ്ധ അർഹിക്കുന്നവരായിരുന്നില്ല എന്നതാണ് വസ്തുത. നിർമ്മാണ മേഖലയിലോ സാംസ്കാരികമായി നൽകിയിട്ടുണ്ടായിരുന്ന സംഭാവനകളുടെ പേരിലോ നാഗരിക മുന്നേറ്റത്തിന്റെ കാര്യത്തിലോ ഒന്നും തന്നെ വലിയ പേരോ പ്രശസ്തിയോ നേടിയ ഒരു സമൂഹമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം നടത്തിയിട്ടുള്ള മക്കയിലെ ആ ഘട്ടത്തിലെ സമൂഹം എന്നത്. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ നാഗരികതകളുടെ ആളുകൾ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഈജിപ്തിൽ ഉണ്ടായിരുന്നു, റോമനെ കേന്ദ്രമായിക്കൊണ്ടുണ്ടായിരുന്നു, പേർഷ്യയുടെ ആസ്ഥാനത്ത് വലിയ നാഗരികത വളർന്ന് വികസിച്ചിരുന്നു. അതുപോലെ ഫലസ്തീൻ കേന്ദ്രമായിക്കൊണ്ട് ജെറുസലേം പ്രദേശത്ത് വലിയ നാഗരിക സമൂഹം ഉണ്ടായിരുന്നു. അവരൊക്കെയും തന്നെ പല അടയാളപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നു, അള്ളാഹുവിനോട് എന്ന പോലെ സ്വന്തത്തോടും വലിയ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അക്രമപാത പിൻപറ്റുന്ന ആളുകൾ അവരുടെ കരുത്തിനെയാണ്, അവര് ലോകത്ത് ഉണ്ടാക്കുന്ന സ്വാധീനത്തെയാണ് ഇതിനൊക്കെയുള്ള ഒരു ആശ്രയമായിട്ട് കാണുന്നുണ്ടാവുക. അതാണല്ലോ ആളുകൾക്ക് ധൈര്യം പകരുന്ന കാര്യം. ഞാൻ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, സമൂഹത്തിൽ ഞാനൊന്ന് വിളിച്ചാൽ, ഞാനൊന്ന് കൈകൊട്ടിയാൽ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നൊക്കെയുള്ള തോന്നലുകൾ. ഇതൊക്കെ മനുഷ്യനെ പലപ്പോഴും അവന്റെ നിലപാടുകൾ കടുപ്പിക്കാനുള്ള കാരണമായിട്ട് വർത്തിക്കാറുണ്ട്. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് ഇവരുടെ കരുത്ത്, ഇവരുടെ സ്വാധീനം, അതാണ് അശദ്ദു മിൻഹും ഖുവ്വ എന്ന് പറയുന്നതും ആസാറം ഫിൽ അർള് എന്ന് പറയുന്നതിന്റെ സൂചന അതാണ്. ഈ അവരുടെ കരുത്ത് അത് മിലിറ്ററി മൈറ്റ് ആവാം, ശാരീരികമായ അവരുടെ കരുത്താവാം, സൈനിക ശേഷിയാവാം. അതുപോലെ തന്നെ ഭൂമുഖത്ത് മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ അവർ നേടിയിരുന്ന സ്വാധീനവും അതുപോലെ അവർക്കുണ്ടായിരുന്ന ഇൻഫ്ലുവൻസും ഒക്കെ ആവാം. അപ്പൊ ഈ കാര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നിലപാട് കടുപ്പിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു തുടങ്ങുക. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ പലരെയും വെല്ലുവിളിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം തങ്ങളുടെ നിലപാടിന് ന്യായം ഉണ്ടോ, ശരിയാണോ, അതിന് അതാണോ ശരി എന്നതൊന്നും ലോകം അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പോലും അവസരം ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ സ്വയം വിധി കൽപ്പിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അത് എത്ര തന്നെ ധിക്കാരപരമായതാണെങ്കിൽ പോലും രാജ്യ നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തങ്ങൾക്ക് വിധേയപ്പെടാൻ
നിർബന്ധിതരാക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെയൊക്കെ കാരണം അവര് വലിയ കരുത്തന്മാരാണ്, അവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന അവരുടെ വിശ്വാസം കാരണമായിട്ടാണ്. അള്ളാഹു ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആ സമൂഹം, അവര് ഭൂമിയിൽ സഞ്ചരിക്കുകയും പിന്നിട്ട തലമുറകളിൽ ഇവരെക്കാളേറെ വലിയ കരുത്തും സ്വാധീനവും കാണിച്ച ആളുകൾ ഏറ്റുവാങ്ങിയ ആഖിബത്ത്, പര്യവസാനം എന്തായിരുന്നു എന്നത് നിരീക്ഷിക്കുകയും ഉണ്ടായിട്ടില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഈ ആളുകള്, ഈ പിന്നിട്ട സമൂഹങ്ങളിലെ ഈ അടയാളപ്പെടുത്തലുകൾ വിട്ടേച്ചു പോയ ആളുകൾ, കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വത്തൻ, ഇവരെക്കാളൊക്കെ കരുത്തുള്ളവരായിരുന്നു. വആസാറൻ ഫിൽ അർള്, ഭൂമിയിൽ വലിയ ഇമ്പാക്ട് ഫാക്ടർ ഉണ്ടാക്കാൻ കഴിഞ്ഞവരുമായിരുന്നു. വലിയ സ്വാധീനം ഉണ്ടാക്കിയ, വലിയ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ ആളുകളുമായിരുന്നു. എന്നാൽ അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ആ സമയം കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപകൃത്യങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി. അള്ളാഹു അവരുടെ ധിക്കാരം കാരണമായി, അവരുടെ സത്യനിഷേധം കാരണമായി, സ്വാഭാവികമായും വന്നു ചേരുന്ന അവരുടെ ദുനൂബുകൾ കാരണമായി അവരെ പിടികൂടുകയാണ്, അവരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ നടപടി വന്നു ചേർന്നപ്പോ അതിനെ അങ്ങ് മറിച്ചിടാൻ, അതിനെ തങ്ങൾക്ക് അത് ഏശുകയുണ്ടായില്ല എന്ന് വരുത്താൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ നടപടി എത്ര ശക്തമായിരുന്നു. പറയുമ്പോ മക്കയിലെ ഇന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ എത്രയോ ഖേമന്മാരായിരുന്നു ഈ പിന്നിട്ട കാലഘട്ടങ്ങളിലെ ഈ ധിക്കാരമാർഗത്തിലൂടെ നീങ്ങിയ മിക്ക ആളുകളും. അവരാരും തന്നെ അള്ളാഹുവിന്റെ നടപടി അവരെ തേടിയെത്തിയപ്പോ അതിനെ അതിജയിക്കാൻ കഴിഞ്ഞവരായിരുന്നില്ല. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ ദുനൂബ് കാരണമായി, അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി, അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ ശിക്ഷിക്കുകയുണ്ടായി, അള്ളാഹു അവരെ പിടികൂടുകയുണ്ടായി. അഖദഹും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ അവരെ പിടികൂടി എന്നാണ്. ഭാഷാപരമായി അതിന്റെ അർത്ഥം അതാണ്. ഇവിടെ അവരുടെ മേൽ ദൈവിക പ്രഹരം, ദൈവിക ശിക്ഷ നടപ്പിലാക്കി എന്നാണ് അതിന്റെ സൂചന. ഫഅഖദഹുമുല്ലാഹു, എന്തിന്റെ പേരിലാണ്? ബിദുനൂബിഹിം, അവരുടെ പാപകൃത്യങ്ങളുടെ പേരിലാണ്. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്, എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ നടപടിയെ തടയാൻ, അങ്ങനെ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ശക്തിയും ഉണ്ടായില്ല എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വമാ കാന ലഹും, അവർക്കായി രംഗത്ത് വരികയുണ്ടായില്ല, അവർക്കായി ഉണ്ടായില്ല. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, വാഖ് മിൻ വാഖ്, സംരക്ഷിക്കുന്നവനായി ആരും, അള്ളാഹുവിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കുന്നവരായി ഒരുവനും ഉണ്ടായില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വാഖ് എന്ന് പറഞ്ഞാൽ ഹാം, ഹാഫിൽ, മാനിയ എന്നൊക്കെയാണ് അറബിയിൽ അതിന്റെ അർത്ഥസൂചനകൾ. ഹാഫിൽ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, മാനിയ എന്ന് പറഞ്ഞാൽ തടയുന്നവൻ, അതുപോലെ ഹാം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അള്ളാഹുവിൽ നിന്ന് അവരെ തടയുന്നവരായി ഒരാളും തന്നെ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ അവർക്കായിട്ട് രംഗത്ത് വരികയുണ്ടായില്ല. അള്ളാഹുവിന്റെ നടപടി അവരങ്ങ് ഏറ്റുവാങ്ങി. അവര് എന്താണോ അള്ളാഹു അവർക്കായി വിധിച്ചിരുന്നത് അത് അവരുടെ മേൽ നടപ്പിലാക്കപ്പെടുകയുണ്ടായി എന്നതേ സംഭവിച്ചിട്ടുള്ളൂ. എത്രയോ സമൂഹങ്ങളുടെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മൾ പിന്നിട്ട ഭാഗത്ത് തന്നെ ഇങ്ങനെയുള്ളത് വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. ആദ് സമൂഹത്തിന്റെ കഥ, സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂദ് സമൂഹത്തിന്റെ കഥ,
ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കഥ, മദിയനിലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ കഥ, ഫിറോവിന്റെ കഥ, അങ്ങനെ പിന്നിട്ട ഒരുപാട് സമൂഹങ്ങളുടെ ഇങ്ങനെ ധിക്കാരികളായിക്കൊണ്ട് നിലക്കൊണ്ടവരുടെ കഥകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. ഭൂമിയിൽ സഞ്ചരിച്ച് നിങ്ങൾക്കിത് ഇവരെ ഏറ്റുവാങ്ങിയ ആഖിബത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ടില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുകയുണ്ടായത്. അവരുടെ ധിക്കാരവും അവരുടെ കുറ്റകൃത്യങ്ങളും ഒക്കെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് പോയപ്പോ അള്ളാഹു അവരെ പിടികൂടി അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ വമാഖാന ലഹും മിനല്ലാഹി മിൻ വാഖ്, അവർക്ക് സംരക്ഷണം നൽകുന്നവനായിട്ട്, അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നവനായിട്ട് ഒരാളും തന്നെ രംഗത്ത് വരികയുണ്ടായില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വാക്ക് എന്ന വാക്ക് വരുന്നത് വഖ എന്ന റൂട്ടിൽ നിന്നാണ്. വഖ, അതിന്റെ മുളാരി യൂഖ എന്ന് നമ്മൾ ഖുർആനിൽ തന്നെ പ്രയോഗിച്ച് കാണും. അപ്പൊ വാക്ക് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, തടഞ്ഞു നിർത്തുന്നവൻ, അതുപോലെ രക്ഷിക്കുന്നവൻ, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. അപ്പൊ ആരാണ് അവരെ സംരക്ഷിക്കുവാനായിട്ട്, അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് അവരെ കാത്ത് രക്ഷിക്കുവാനായിട്ട് രംഗത്ത് വരികയുണ്ടായത്? ഒരാള് പോലും അള്ളാഹുവിന്റെ നടപടി വന്നു ചേർന്നപ്പോ അതിലിടപെട്ടുകൊണ്ട് അവരെ കാത്ത് സംരക്ഷിക്കാൻ രംഗത്തുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ذَلِكَ بِأَنَّهُمْ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇവരുടെ മേൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായതിന്റെ കാരണം എന്താണ്? ذَلِكَ بِأَنَّهُمْ كَانَتْ تَأْتِيهِمْ رُسُلُهُم, അതിന്റെ കാരണം ഇതാണ്. മക്കയിലെ ആളുകൾ കൂടി വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന നിലക്കാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് പിന്നിട്ട ഈ സമൂഹങ്ങള് അവര് കരുത്തന്മാരും വലിയ സ്വാധീനമുള്ളവരും ഒക്കെ ആയിരുന്നിട്ടും അവരുടെ മേൽ വലിയ ദൈവിക നടപടി ഉണ്ടായത്? അങ്ങനെ ദൈവിക നടപടി ഉണ്ടായപ്പോ ഒരാളും അവരെ കാത്തു സംരക്ഷിക്കാൻ രംഗത്തുണ്ടാവുകയും ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണ്? ദാലിക, അതിനുള്ള കാരണം ബിഅന്നഹും കാനത്ത് തീഹിം റുസുലുഹും, അവരുടെ അടുക്കലേക്ക് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ വരികയുണ്ടായി. അവര് വന്നത് എങ്ങനെ? വെറും കൈയോടെ വന്നതല്ല. ദൂതന്മാർ വന്നത് ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ടാണ്. തങ്ങള് ദൈവിക ദൂതന്മാരാണ് എന്നതിനുള്ള തെളിവ്, അവര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം സത്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന തെളിവ്, അതുപോലെ അവര് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് പിന്തുടരപ്പെടാൻ പറ്റുന്നവരാണ് എന്നതിനുള്ള തെളിവ്. ഈ വക തെളിവുകളും ഒക്കെ ആയിട്ടാണ് ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബയ്യിനാത്തുമായിട്ടാണ്. ബയ്യിനാത്ത് എന്നത് അള്ളാഹുവിന്റെ ആയാത്ത് എന്നതിനുള്ള ഒരു പര്യായമായിട്ട് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായ അള്ളാഹുവിന്റെ സൂക്തങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം സൂക്തങ്ങളുമായിട്ടാണ് ഈ ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വരികയുണ്ടായത്. ആ സൂക്തങ്ങൾ തന്നെ ആ വരുന്ന ആളുകള് ദൈവിക ദൗത്യം നിർവഹിക്കുന്ന പ്രവാചകന്മാരാണ് എന്നതിനുള്ള തെളിവാണ്. അവര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ അന്യൂനത, യാതൊരു വിധത്തിലുള്ള പോരായ്കയും ഇല്ലാത്ത, ന്യൂനതയില്ലാത്ത ജീവിത ദർശനമാണ് അവര് മുന്നോട്ട് വെക്കുന്നത് എന്നത് തന്നെ അവര് സത്യ ദൗത്യവുമായിട്ട് വന്ന ആളുകളാണ് എന്നതിനുള്ള തെളിവാണ്. ഇനി അത് ജീവിതത്തിൽ പകർത്തി കാണിക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് അവരുടെ മുന്നിൽ, ഈ ആളുകളുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുന്നു എന്നതും ഈ പ്രവാചകന്മാര് കൊണ്ടുവരുന്ന ബയ്യിനത്തുകളുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാം. അപ്പോ ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യക്തത നൽകുന്ന തെളിവുകളായിട്ട് സമർപ്പിക്കപ്പെട്ട ദൈവിക സൂക്തങ്ങളും അവയ്ക്ക് പിൻബലമായിട്ടുള്ള സംഗതികളും ഒക്കെ ആയിട്ടാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് വരികയുണ്ടായത്. എന്ന് പറഞ്ഞാൽ ആ ദൂതന്മാരെ സ്വീകരിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല.
ആ ദൂതന്മാരെ ഉൾക്കൊള്ളുന്നതിന് അവർക്ക് എല്ലാ വിധത്തിലും അതിന് അനുകൂലമായ ഘടകങ്ങളെ ഉണ്ടായിരുന്നു. കാരണം യുക്തിക്ക് നിരക്കുന്നതും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിച്ച ദൂതന്മാര് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധത്തിലൊക്കെ തന്നെ ഈ ദൂതന്മാർ മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിന് പിൻബലം നൽകപ്പെട്ടുകൊണ്ടാണ് അത് നിർവഹിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് ബയ്യിനാത്തുകളുമായി വന്നപ്പോ അതിനെ നിഷേധിക്കാൻ ഒരു ന്യായവും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഫകഫറു, അവര് നിഷേധികളായി മാറി. അവർ ആ സത്യം, ദൂതന്മാര് മുന്നോട്ട് വെച്ച സത്യം തള്ളിക്കളഞ്ഞു, അതിനെ കുഴിച്ചു മൂടി. അതിനെ ഉൾക്കൊള്ളാനും ഹൃദയ സ്വീകരിക്കാനും അവർ കൂട്ടാക്കിയില്ല. അത് അങ്ങനെ വന്നപ്പോഴാണ്, അത് കാരണത്താലാണ് അവരുടെ മേൽ നടപടി ഉണ്ടായത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പിന്നിട്ട സമൂഹങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ആഖിബത്ത്, പര്യവസാനം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതിന് കാരണം ഇതാണ്. സകല തെളിവുകളുമായിട്ട് ദൂതന്മാർ വന്നപ്പോ അത് സൃഷ്ടിപരമായ വിധത്തിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവര് കൂട്ടാക്കിയില്ല. അവര് നിഷേധികളായി മാറി. ഫഅഖദഹുമുല്ലാഹു, അങ്ങനെയാണ് അള്ളാഹു അവരെ പിടികൂടുകയുണ്ടായത്. അള്ളാഹു അവരെ ശിക്ഷിക്കുകയുണ്ടായി. ഇന്നഹു ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അവൻ അതിശക്തനാണ്, ശിക്ഷ നടപ്പിലാക്കാൻ, കഠിനമായി ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവനുമാണ്. ഇന്നഹു ഖവിയ്യുൻ, നിശ്ചയമായിട്ടും അവൻ കരുത്തുള്ളവനാണ്, കരുത്തനാണ്. അവനെ കരുത്തുകൊണ്ട് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുപോലെ ശദീദുൽ ഇഖാബാണ്, അവൻ ശിക്ഷ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ എന്തെങ്കിലും വിധത്തിലുള്ള ദൗർബല്യം കൊണ്ട്, അവൻ ദുർബലനായതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്ന വിഷയവുമില്ല. അവനത് നടപ്പിലാക്കും. അതിന് കരുത്തുണ്ട്, അവൻ ശക്തനാണ്, വളരെ കഠിനമായി ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവനുമാണ്. അപ്പോൾ പിന്നിട്ട ഈ സമൂഹങ്ങൾ ഈ വിധത്തിലുള്ള പര്യവസാനം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ രഹസ്യം എന്താണ് എന്നത് മനസ്സിലാക്കാൻ ഇവര് ഭൂമുഖത്തൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? ഇവരെക്കാളൊക്കെ കരുത്തന്മാരായിരുന്നല്ലോ അവര്, ഇവരെക്കാളൊക്കെ ശക്തി ഉള്ളവരും സ്വാധീനമുള്ളവരുമായിരുന്നല്ലോ അവര്. എന്നിട്ട് അവരെന്തേ ഇത്രയും ദയനീയമായ പര്യവസാനം ഏറ്റുവാങ്ങേണ്ടി വന്നു? അതിനുള്ള കാരണം അല്ലാഹുവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മക്കയിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ധിക്കാരമായിരുന്നു അവരും ചെയ്തുകൊണ്ടിരുന്നത്. ദൂതന്മാർ ബയ്യിനാത്തുകളുമായി അവരുടെ അടുക്കലേക്ക് വന്നു. ദൈവിക ദൂതന്മാര് അവര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിനുള്ള പിൻബലമായി കൊണ്ടുള്ള തെളിവുകളുമായിട്ടാണ് വന്നത്. പക്ഷേ ആ തെളിവുകളെയും ആയാത്തുകളെയും അവയുടെ മുഖവിലേക്ക് എടുക്കാൻ അവര് കൂട്ടാക്കിയില്ല. അവര് വളരെ ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു, അവയെ നിഷേധിച്ചു കളഞ്ഞു. അതിനെ തുടർന്ന് അള്ളാഹു അവരെ പിടികൂടി അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. അവൻ കരുത്തുള്ളവനും അതികഠിനമായി ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവനുമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ഗാഫിറിലെ അഥവാ സൂറത്തുൽ മുഅ്മിനിലെ 21, 22 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വിധേയപ്പെടുന്ന മനസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.